അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവശക്തനായ തമ്പുരാൻ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസം അനുകൂലമായ സാക്ഷിയും തെളിവുമാകുന്ന മഹാഭാഗ്യമുള്ള അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങൾക്കും ഈ പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒറ്റയിട്ട രാവുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. നമുക്കെല്ലാം കേട്ട് സുപരിചിതമായ സൂറത്താണ്. ഇന്നാ അൻസൽനാഹു, നിശ്ചയമായും നാം ഈ വിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണത്. അപ്പോൾ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ, അഥവാ 84 വർഷത്തോളം പ്രാധാന്യമുള്ള ഒരു രാത്രിയാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ. ആ രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന ആരാധനകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം 84 കൊല്ലം ആരാധനകൾ ചെയ്ത വലിയ പുണ്യമാണ് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഓഫർ നൽകിയിരിക്കുന്നത്. എന്തിനാണ് അല്ലാഹു തആല ഈ സമുദായത്തിന് ലൈലത്തുൽ ഖദർ നൽകിയത്? അത് നമ്മളുടെയും മുൻഗാമികളുടെയും ആയുസ്സുകൾ തമ്മിൽ ഒന്ന് ഒത്തുചേരാൻ വേണ്ടിയാണ്. മുൻഗാമികളായ ആളുകൾ, ബഹുമാനപ്പെട്ട മൂസാ നബിയുടെയും മറ്റും കാലത്തുണ്ടായിരുന്ന, നൂഹ് നബിയുടെയും മറ്റും കാലത്തുണ്ടായിരുന്ന ആളുകളുടെ ആയുസ് എന്ന് പറയുമ്പോൾ 1000ഉം 500ഉം വർഷങ്ങൾ ജീവിച്ചവരാണവർ. അത്രയും സുദീർഘമായ കാലം ജീവിക്കുമ്പോൾ ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള മഹാഭാഗ്യം അവർക്ക് അല്ലാഹു നൽകുകയുണ്ടായി. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് 60നും 70നും ഇടയിലാണ് സാധാരണയെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ കേവലം 1000ഉം 500 വർഷം ജീവിച്ച ആളുകൾ ചെയ്ത അമലുകളും ഈ സമുദായത്തിലെ ആളുകളായ 60-70 വർഷം മാത്രം ജീവിക്കുന്ന ആളുകൾ ചെയ്യുന്ന അമലുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മാറ്റുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഒരു വലിയ സമ്മാനമാണ് ലൈലത്തുൽ ഖദർ. ഓരോ കൊല്ലവും, ഓരോ വർഷവും 84 വർഷത്തെ ആരാധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലൈലത്തുൽ ഖദർ മുഖേന വർദ്ധിപ്പിച്ചു തരുമ്പോൾ നമ്മുടെയും മുൻഗാമികളുടെയും ആയുസ്സുകൾ തമ്മിൽ തുല്യമാകുന്ന ഒരവസ്ഥയിലോട്ട് എത്തിക്കുമെന്നുള്ളതാണ് ഈ രാവിൻ്റെ പ്രത്യേകത. അത്രയും മഹോന്നതമായ, അത്രയും മഹത്തരമായ ഈ രാവിൻ്റെ പ്രത്യേകതയായി വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്, തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ അവിടെ എടുത്ത് പറയുകയാണ്, തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങുന്ന രാവാണ് ഈ പരിശുദ്ധമായ രാവ്. വർ-റൂഹു ഫീഹാ, മലക്കുകളുടെ നേതാവായ ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന രാവാണ് ഈ രാവ് എന്നുള്ളത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന, ദിവ്യബോധനം എത്തിച്ചു കൊടുക്കുന്ന ചുമതലയാണ്. ആ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളോടുകൂടി വഹി നിലച്ചിരിക്കുകയാണ്. പിന്നെ വഹി വരില്ല. പിന്നെയുള്ളത് വർഷാവർഷവും എല്ലാ വർഷവും പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനോടനുബന്ധിച്ച് ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരിക എന്നുള്ള ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട ഗബ്രിയേൽ മാലാഖ
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും മറ്റു മലക്കുകളും ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന രാവായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ എന്തിനാണ് ഈ പരിശുദ്ധമായ രാവില് നമ്മുടെ ആയുസ്സും മുൻഗാമികളുടെ ആയുസ്സും പരസ്പരമൊന്ന് പൂരകമാക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ മലക്കുകൾ ഇറക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് അല്ലാഹു തആല ഈ മലക്കുകളെ ഈ ഭൂമിയിലേക്ക് ഈ വാനലോകത്തേക്ക് ലൈലത്തുൽ ഖദർ എന്ന മഹത്തരമായ രാവിൽ ഇറക്കിക്കൊണ്ടുവരുന്നത്? അതിന് 3 കാരണങ്ങളാണുള്ളത്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തേക്ക് ആ മലക്കുകൾ ഇറങ്ങുക എന്ന് ബഹുമാനപ്പെട്ട ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. എന്താണ് ആ 3 പ്രത്യേകത? ആ 3 പ്രത്യേകത എന്ന് പറയുമ്പോൾ മലക്കുകൾ താമസിക്കുന്ന സ്വർഗീയ ലോകം, ആ സ്വർഗീയ ലോകത്ത് ഇല്ലാത്തതും ഈ ഭൗതിക ലോകത്ത് മാത്രമുള്ളതുമായ 3 കാര്യങ്ങൾ കാണുവാനാണ്, 3 അത്ഭുതങ്ങൾ ദർശിക്കുവാനാണ് ഈ മാലാഖമാർ ഈ ലോകത്തേക്ക് എല്ലാ കൊല്ലവും പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ എന്ന വലിയ മഹോന്നതമായ രാവിൽ ഈ ലോകത്തേക്ക് ഇറങ്ങി വരുന്നത്. എന്താണ് 3 കാര്യങ്ങൾ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ മുഖേന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു. ഒന്നാമത്തേത്, ആ മലക്കുകൾ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം പാവങ്ങളായ ആളുകളെ പണക്കാർ സഹായിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച കാണുവാനാണ്. സ്വർഗീയ ലോകത്ത്, സ്വർഗത്തിൽ എല്ലാവരും സമന്മാരാണ്. ഒരാൾക്ക് മറ്റൊരാളേക്കാൾ പ്രത്യേകമായ സ്ഥാനമോ പദവിയോ അങ്ങനെ ഒരു പാമരനോ അല്ലെങ്കിൽ സമ്പന്നനോ എന്ന വേർതിരിവ് അവിടെയില്ല. അവിടെ എല്ലാവരും സമന്മാരാണ്. അതുകൊണ്ട് തന്നെ പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ കാഴ്ച അവിടെ കാണാൻ കഴിയില്ല. അതിൻ്റെ ആവശ്യവും അവിടെയില്ല. പക്ഷെ ദുനിയാവിൽ ഈ ഭൗതിക ലോകത്ത് സ്വർഗത്ത് ഇല്ലാത്ത ആ കാഴ്ച അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും ഒരു മടിയും കൂടാതെ പരിശുദ്ധമായ നോമ്പ് തുറയ്ക്കും മറ്റും അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നതിനും മറ്റും പണക്കാർ കൊടുക്കുന്ന ആ സംഭാവനകൾ, ആ സദഖകൾ കാണുവാനാണ് അള്ളാഹിൻ്റെ മാലാഖമാർ ഈ ലോകത്തേക്ക് വിശുദ്ധമായ റമദാൻ 27-ാം രാവ് അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളിൽ ഈ ലോകത്തേക്ക് ഇറങ്ങി വരുന്നത് എന്ന് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, നമ്മളെല്ലാം തെറ്റുകൾ ചെയ്യുന്നവരാ, പാപങ്ങൾ ചെയ്യുന്നവരാ. പക്ഷേ മലക്കുകൾ തെറ്റുകൾ ചെയ്യാത്തവരാണ്, പാപങ്ങൾ ചെയ്യാത്തവരാണ്. കാരണം തെറ്റുകൾ ചെയ്യാനുള്ള കഴിവ്, അങ്ങനെയുള്ള ഒരു സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ സൃഷ്ടിച്ചിട്ടില്ല. നമുക്ക് തെറ്റുകൾ ചെയ്യാനും നന്മകൾ ചെയ്യാനുമുള്ള സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ നന്നായാൽ അയാൾ മലക്കുകളേക്കാൾ വലിയ മനുഷ്യനായി മാറുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത്. കാരണം തെറ്റുകൾ ചെയ്യാൻ കഴിവുണ്ടായിട്ടും ആ തെറ്റുകൾ ചെയ്യാതെ മലക്കുകളെ പോലെ നന്മകൾ ചെയ്യുന്ന ഒരാളായി മാറിയെങ്കിൽ അയാൾ മലക്കുകളെയൊക്കെ വലിയ ആളാണല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന്മാരായ ആളുകൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് തൗബ ചെയ്യുന്ന ആ കാഴ്ച കാണുവാൻ, ചെയ്തു പോയ തെറ്റുകൾ റബ്ബിലേറ്റേറ്റ് പറഞ്ഞ് പാപമോചനം തേടുന്ന പശ്ചാത്തപിക്കുന്ന ആ കാഴ്ച സ്വർഗീയ ലോകത്ത് കാണാനില്ല. ആ സുന്ദരമായ കാഴ്ച കാണുവാൻ, ആ കാഴ്ച കാണുക മാത്രമല്ല, അങ്ങനെ തൗബ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ആളുടെ അടുക്കൽ വന്നിരുന്ന് അയാളുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുവാൻ ഒരു കാര്യം ഉറപ്പാണ്, മലക്കുകൾ ആമീൻ പറഞ്ഞാൽ ആ ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന, തൗബ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന ആളുകളുടെ കൂടെ വന്നിരുന്ന് ഇവരുടെ ദുആകൾക്ക് ആമീൻ പറയുവാനുമാണ് ഈ മലക്കുകൾ വരുന്നതെന്നാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് വല്ലാതെ കരയുന്നു ആളുകൾ. ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് സങ്കടപ്പെട്ട് ഖേദിച്ച് ഏങ്ങലടിച്ച് കരയുന്ന കാഴ്ച കാണുവാൻ. ആ കാഴ്ച ഏതാണെന്നറിയോ? ആ കാഴ്ച അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മലക്കുകൾ അള്ളാഹിനോട് പറയുന്നു, നിശ്ചയമായും അള്ളാഹുവേ, അഹബ്ബു ഇലൈക്കും മിൻ തസ്ബീഹിന, ഞങ്ങളുടെ തസ്ബീഹുകളേക്കാൾ ഞങ്ങളുടെ തസ്ബീഹുകളേക്കാൾ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ കരച്ചിൽ,
ആ ഏങ്ങലടി, ആ സങ്കടം അത് കേൾക്കലാണെന്ന് പറഞ്ഞ നീ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ തസ്ബീഹിനേക്കാൾ ഇഷ്ടപ്പെടുന്ന ആ തേങ്ങൽ ശബ്ദം കേൾക്കുവാനുമാണ് മലക്കുകൾ ഈ ലോകത്തേക്ക് ഇറങ്ങി വരുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ലൈലത്തുൽ ഖദർ ആ രീതിയിലാകണം. പാവങ്ങളെ സഹായിച്ചുകൊണ്ട് അവർക്ക് സദക്ക കൊടുത്തുകൊണ്ട്, അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും സദക്ക ചെയ്യുന്നവരായിരുന്നുവെന്ന, പ്രത്യേകിച്ച് റമദാനിൽ അവസാനത്തെ 10 കഴിഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധൃതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും സദാ സദക്കയുമായി ബന്ധപ്പെട്ടിരുന്ന മനുഷ്യനായിരുന്നുവെന്ന് ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ ആ രീതിയിൽ സദക്കകൾ കൊണ്ട് ധന്യമാക്കേണ്ട 10 അവസാനത്തെ 10. അത് കാണുവാനാണ് മലക്കുകൾ വരുന്നത്. രണ്ടാമതായി നമ്മൾ ചോദിക്കുന്ന ദുആകൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക്, തൗബകൾക്ക് ആമീൻ പറയുവാനുമാണ് മലക്കുകൾ വരുന്നത്. മൂന്നാമതായി നമ്മുടെ കരച്ചിൽ കേൾക്കുവാൻ, ആ കരച്ചിൽ കണ്ട് അള്ളാഹിൻ്റെ മുമ്പിൽ വളരെയേറെ സന്തോഷത്തോടു കൂടി നമ്മളെപ്പറ്റി പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കുവാൻ. അതുകൊണ്ട് നമ്മുടെ അവസാനത്തെ 10 ആ രീതിയിൽ ആകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ മാസം അനുകൂലമായി സാക്ഷിയാകുന്ന, റമദാനിൽ അള്ളാഹു തആല നൽകിയ മുഴുവൻ ഓഫറുകളും സ്വരൂപിച്ചെടുത്ത മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളുടെ ദുആകളിൽ ഈ വിനീതനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.